എന്നാൽ ഈ വെടിയൊച്ചകൾക്കും ബോംബ് സ്ഫോടനങ്ങൾക്കും ഇടയിൽ അമേരിക്കൻ ഭരണകൂടത്തിന്റെ നട്ടെല്ലിലൂടെ ഭയം കടത്തിവിട്ട ഒരു സംഭവം നടന്നു. ജൂലൈ 13-ാം തീയതി രാത്രി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ഒരു അസാധാരണ അതിഥി വന്നിറങ്ങി. റഷ്യൻ പ്രസിഡന്റിനും ഉന്നത സൈനിക മേധാവികൾക്കും ആകാശത്ത് വച്ചു തന്നെ റഷ്യയുടെ മുഴുവൻ സൈന്യത്തെയും അണുവായുധങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഡൂംസ്ഡേ വിമാനം. ഈ യാത്ര നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇറാനെ തൊട്ടാൽ റഷ്യ വെറുതെ നോക്കി നിൽക്കില്ല. റഷ്യ ഇറാന് വേണ്ടി യുദ്ധത്തിനിറങ്ങിയാൽ റഷ്യയ്ക്ക് തൊട്ടു പിറകെ സാക്ഷാൽ ചൈനയും ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടും. ചൈനയ്ക്കും റഷ്യയ്ക്കും പിറകെ അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായ, ലോകം മുഴുവൻ ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു മൂന്നാമൻ കൂടി ഈ യുദ്ധരംഗത്തേക്ക് കടന്നു വരും. കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒരുമിച്ചാലുള്ള അവസ്ഥ എന്താണെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. കാരണം ചരിത്രത്തിൽ ഒരിക്കൽ അമേരിക്കയ്ക്ക് ഈ മൂവർ സംഘത്തിൽ നിന്നും ഒരിക്കലും മറക്കാനാകാത്ത ഒരു പ്രഹരം ഏറ്റിട്ടുണ്ട്.